കൊട്ടിയൂരിൽ ഞായറാഴ്ചയും വൻ ഭക്തജന പ്രവാഹം. മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ശേഷമാണ് ഭക്തർക്ക് ദർശനം ലഭിച്ചത്. കൊട്ടിയൂരിൽ ഞായറാഴ്ച വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ മുതൽ ഉച്ചവരെ ഗതാഗത തടസ്സം രൂപപ്പെട്ടു. ചുങ്കക്കുന്ന് മുതൽ കൊട്ടിയൂർ വരെ മലയോര ഹൈവേയിലും സമാന്തര പാതയിൽ തലക്കാണി വരെയുമാണ് ഗതാഗത തടസ്സമുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഗതാഗതം അല്പമെങ്കിലും സുഗമമായത്. മണിക്കൂറുകളോളം ക്യൂ നിന്നതിനു ശേഷമാണ് ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിച്ചത്. ഇടബാവലിയിലെ ക്യൂവും കിഴക്കേ നടയിലെ ക്യൂവും തിങ്ങി നിറഞ്ഞ നിലയിലായി. ഏറെ പാടുപെട്ടാണ് കൊട്ടിയൂരിലെ സേവകരും താൽക്കാലിക ജീവനക്കാരും തിരക്ക് നിയന്ത്രിച്ചത്. മണിക്കൂറുകൾ നീണ്ടിട്ടും ദർശനം വൈകിയതിനാൽ ഭക്തജനങ്ങൾ രോഷാകുലരായി. എല്ലാവർക്കും അതേപോലെ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കി അവിടുന്ന് വിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ശീവേലിക്ക് അടുത്ത ക്യൂ പാലവും കടന്നിട്ടുണ്ട്. ഈ ലൈൻ ഇവിടെ അത് വേണ്ടാ പറഞ്ഞത് പറഞ്ഞ സംഭവം മനസ്സിലാക്കി. നിങ്ങൾ അതിന് പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ ഒരു 10 മിനിറ്റിന്റെ പുറത്ത് ചുറ്റും ക്യൂവിൽ നടന്നു നോക്ക്. അന്നേരം നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അങ്ങോട്ടേക്ക് വരുന്നില്ല. അവിടെ തോന്നിയ പോലെയാണ്. 1000 ആൾക്കാർ അവിടെ കടത്തിയുണ്ട്. എത്ര സമയമാണ് വെയിറ്റ് ചെയ്യുന്നത്? 9 കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ലൈന് വിടുന്നില്ല. ഇതെന്താ കാരണം എന്നുള്ളത് ഇവിടെ അധികാരികളുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെടുന്നത്. തിരുവഞ്ചിറ ജനസാഗരമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ജൂൺ 24 ചൊവ്വാഴ്ചയാണ് കൊട്ടിയൂരിൽ രോഹിണി ആരാധന നടക്കുക. അന്നത്തെ ദിവസവും വൻ തിരക്ക് തന്നെയാണ് കൊട്ടിയൂരിൽ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.